ഹലോ നമസ്കാരം. എല്ലാവർക്കും റൈറ്റേഴ്സ് ഐഎസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എൻവയോൺമെന്റൽ ആക്ടുകളെ കുറിച്ചിട്ടാണ്. പരിസ്ഥിതി നിയമങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കുന്ന നിയമം എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആണ്. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിത് പഠിച്ചു പോവാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് വൈൽഡ് ലൈഫ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് വൈൽഡ് ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. വൈൽഡ് ലൈഫ് മീൻസ് ഇറ്റ് refers to undomesticated animals that evolve or existing in the wild. അതായത് നമുക്കൊരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഇണക്കി വളർത്താൻ കഴിയാത്ത, അതിൽ മെരുക്കിയെടുത്ത് വളർത്താൻ കഴിയാത്ത തരത്തിലുള്ള അനിമൽസിന്, ജീവി വർഗത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. കൂടാതെ അത് താമസിക്കുന്ന എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഫ്രീ ഓഫ് ഹ്യൂമൻ ഇന്റർവെൻഷൻ. മനുഷ്യന്റെ കൈകടത്തൽ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ജീവിക്കുന്ന അൺഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അനിമൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെയൊക്കെ ഈ വൈൽഡ് ലൈഫിനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെസേർട്ടിൽ വൈൽഡ് ലൈഫ് ഉണ്ട്, വുഡ്സ് കാടുകളിലുണ്ട്, റെയിൻ ഫോറസ്റ്റുകളിലുണ്ട്, പ്ലെയിൻസിലുണ്ട്, മെഡോയിലുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് എന്തിനെ കാണാൻ പറ്റും? ഈ വൈൽഡ് ലൈഫിനെ നമുക്ക് കാണാൻ പറ്റും. സോ അപ്പം വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു സങ്കല്പം എന്തായാലും ഉണ്ടായി കാണുമല്ലോ. ഇപ്പൊ ടൈഗർ എന്ന് പറയുന്നൊരു വൈൽഡ് ലൈഫാണ്, ലയൺ എന്ന് പറയുന്നത് വൈൽഡ് ലൈഫാണ്, എലഫന്റ് വൈൽഡ് ലൈഫാണ്, മങ്കീസ് വൈൽഡ് ലൈഫാണ്, വൂൾഫ്, ഫോക്സ്, ഇങ്ങനെ പോകുന്നു. ഒരുപാട് ജീവി വർഗ്ഗങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ എന്താ പറയുക? വൈൽഡ് ലൈഫ് എന്നാ പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് അൺഡൊമസ്റ്റിക്കേറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഹ്യൂമൻ ഇന്റർവെൻഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്കിനി ഇതിന്റെ ആക്ട് ഏതാന്ന് നോക്കാം. അതാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഈ ജീവിവർഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന നിയമമാണ് 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ നിയമത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഈ നിയമത്തിനൊരു ചരിത്രമുണ്ട്. 1972 ഇന്ത്യൻ ഗവൺമെന്റ് പാസ്സാക്കി എന്ന് പറഞ്ഞാലും ശരി, അതിനൊരു പിന്നാമ്പറുണ്ട്. ആ പിന്നാമ്പർ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നോക്കിക്കോളൂ. The initial legislation of this kind was introduced during the British Indian government's rule in 1887. 1887 ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഇത്തരത്തിലൊരു നിയമം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അതുപോലെയുള്ള അല്ലെങ്കിൽ ഇതിന്റെ പിൻഗാമിയായിട്ടുള്ള ഒരു നിയമം എന്ന് പറയുന്നത് ആദ്യമായിട്ട് 1887 ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവരുന്നു. അന്ന് ആ നിയമത്തിന്റെ പേരായിരുന്നു വൈൽഡ് ബേർഡ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 1887. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, വൈൽഡ് ബേർഡ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 1887. ഓക്കെ, പിന്നീട് അത് എന്തിനു വേണ്ടി ആ നിയമം കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്കാലത്ത് 1887 ഒരുപാട് വൈൽഡ് ബേർഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബേർഡ്സിനെ അതിന്റെ ബ്രീഡിംഗ് സീസണിൽ ആൾക്കാർ പിടിക്കുകയും അതിനെ വളർത്താൻ വേണ്ടി പിടിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ആ വൈൽഡ് ബേർഡ്സിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് എന്ന് പറയുന്നത് വൈൽഡ് ബേർഡ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 1887 എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് ഈ നിയമത്തിന് കുറച്ച് ലീഗൽ വാലിഡിറ്റി കൊണ്ടുവരികയാണ്. അങ്ങനെ 1912 ഈ നിയമത്തിന് ചെറിയൊരു മാറ്റം വരുന്നു. ആ മാറ്റം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വൈൽഡ് ബേർഡ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളത് ഒന്ന് പരിഷ്കരിച്ചിട്ട് അതിന്റെ ബേർഡ്സിന്റെ കൂടെ അനിമൽസിനും കൂടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു. അങ്ങനെ ആ നിയമം ഒന്ന് മാറ്റം വരുന്നു. ആ നിയമത്തിന്റെ പേരാണ് വൈൽഡ് ബേർഡ്സ് ആൻഡ് അനിമൽസ് പ്രൊട്ടക്ഷൻ ആക്ട്. വൈൽഡ് ബേർഡ്സ് ആൻഡ് അനിമൽസ് പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, 1912 അങ്ങൊരു നിയമമായിട്ട് മാറുന്നു. അപ്പം ആദ്യം വൈൽഡ് ബേർഡ്സ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നു 1887. അതിന് കുറച്ച് ലീഗൽ വാലിഡിറ്റി കൊടുത്തുകൊണ്ട് 1912 വൈൽഡ് ബേർഡ്സ് ആൻഡ് അനിമൽസ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നു. പിന്നീട് ഈ നിയമം വീണ്ടും അമെൻഡ് ചെയ്യപ്പെടുകയാണ്. അത് 1935 അങ്ങനെ ഈ വൈൽഡ് ബേർഡ്സ് ആൻഡ് അനിമൽസ് പ്രൊട്ടക്ഷൻ ആക്ട് ഒന്നുകൂടി അമെൻഡ് ചെയ്തിട്ട് അത് നിയമത്തിനൊരു മാറ്റം വരുന്നു. വൈൽഡ് ബേർഡ്സ് ആൻഡ് അനിമൽസ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ട് 1935. അപ്പൊ ആ നിയമത്തിന്റെ ഭേദഗതിയാണ് എന്തെന്ന് പറയുന്നത് വൈൽഡ് ബേർഡ്സ് ആൻഡ് അനിമൽസ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ട് 1935 എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്താണെന്ന് വിശദമായിട്ട് പഠിക്കാം.
ഓക്കെ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 1972 നിയമം വരുന്നത് നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 is a crucial legislation in India that aims to protect and conserve wildlife and their habitat. ഓക്കെ, ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള വൈൽഡ് ലൈഫ്, ഈ പറയുന്ന ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ അൺഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാത്ത ആ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ജീവിക്കുന്ന ജീവിവർഗം അനിമൽസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ജീവിവർഗത്തെയും അതിന്റെ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ലീഗൽ പ്രൊവിഷൻസ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ഹണ്ടിങ്, പോച്ചിങ് ആൻഡ് ട്രേഡ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഓക്കെ, ഈ ഒരു നിയമം, ഈ നിയമത്തിന് കുറച്ച് നിയമവശങ്ങളുണ്ട്, ഈ ഒരു ആക്ടിന് കുറച്ച് നിയമവശങ്ങളുണ്ട്. ആ നിയമവശങ്ങളിലൂടെ ഇത് സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ തടയുന്ന ചില കാര്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ ഹണ്ടിങ്ങിനെ തടയുന്നു, മൃഗങ്ങളുടെ വേട്ടയാടൽ. ഹണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപ്രകാരമുള്ള വേട്ടയാടൽ എന്ന് പറയും. ഓക്കെ, അത് ചിലർക്ക് ലൈസൻസ് കൊടുക്കും, ഹണ്ടിങ്ങിനുള്ള ലൈസൻസ് ഉണ്ടാവും. ആ ലൈസൻസോടുകൂടി ഹണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേട്ടയാടുന്നതിനാണ് ഹണ്ടിങ് എന്ന് പറയുന്നത്. പോച്ചിങ് എന്ന് പറയുന്നത് വിത്തൗട്ട് ലൈസൻസ്, അതിക്രമിച്ച് കടന്നുകൊണ്ട് നമ്മൾ ഹണ്ട് ചെയ്യുന്നതാണ് പോച്ചിങ് എന്ന് പറയുന്നത്. ആൻഡ് ട്രേഡ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, അതായത് നമ്മുടെ രാജ്യത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗത്തെ വേട്ടയാടുന്നതിനോ പോച്ച് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇവയെ വിൽക്കൽ വാങ്ങൽ നടത്തുന്നതിനോ ഒക്കെ തടയുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു നിയമം കൂടിയാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 എന്ന് പറയുന്നത്. The act includes various schedules that classify different species based on their level of protection and conservation status. അതുപോലെ തന്നെ ഈ ആക്ടിൽ ഒരുപാട് ഷെഡ്യൂൾസ് ഉണ്ട്. ആ ഷെഡ്യൂൾസ് പല തരത്തിലുള്ള ജീവിവർഗങ്ങളെ അവയ്ക്ക് കൊടുക്കേണ്ട ലെവൽ ഓഫ് പ്രൊട്ടക്ഷന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, തരംതിരിച്ചിട്ടുണ്ട്. ആ ഷെഡ്യൂളിനകത്ത് ഓരോ ഷെഡ്യൂൾസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ജീവിവർഗത്തിനും ഓരോ സ്റ്റാറ്റസ് ആണ് കൊടുത്തിട്ടുള്ളത്. കാരണം ആ സ്റ്റാറ്റസ് കൊടുക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജീവിവർഗത്തിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സ്റ്റാറ്റസ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത പോലെ നോക്കാം. ഇറ്റ് ഓൾസോ എസ്റ്റാബ്ലിഷസ് പ്രൊട്ടക്റ്റഡ് ഏരിയാസ്, പെർമിറ്റ്സ് ദ ഡിക്ലറേഷൻ ഓഫ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആൻഡ് നാഷണൽ പാർക്ക് ആൻഡ് റെഗുലേറ്റ്സ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു വൈൽഡ് ലൈഫ്. ഓക്കെ, കൂടാതെ തന്നെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ ഒരു ചില പ്രദേശങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വൈൽഡ് ലൈഫ് ഒരു ഭീഷണി നേരിടുന്ന, ഒരു വൾണറബിലിറ്റി നേരിടുന്ന പ്രദേശമാണെന്നുണ്ടെങ്കിൽ അതിനെ, ആ ഒരു പ്രദേശത്തെയും ആ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഏരിയയെ ഒന്നുകിൽ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നാഷണൽ പാർക്കായിട്ടോ ഡിക്ലെയർ ചെയ്യും ഗവൺമെന്റ്. ഓക്കെ, ആ ഡിക്ലറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഡിക്ലറേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമം കൂടിയാണ് എന്തെന്ന് പറയുന്നത്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 plays a crucial role in the safeguarding India's rich biodiversity. നമ്മുടെ രാജ്യത്തിന്റെ റിച്ച് ബയോഡൈവേഴ്സിറ്റിയെ ഇങ്ങനെ നിലനിർത്തുന്നതിനകത്ത് ഈ ഒരു നിയമത്തിന് വളരെ വളരെ വലിയൊരു പങ്കുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് അതിന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ്, അതായത് ഇത്തരത്തിലൊരു നിയമം വരാൻ കാരണമാകുന്ന നമ്മളുടെ ഭരണഘടന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഓക്കെ, കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്ന ഒരു അനുച്ഛേദമുണ്ട്. അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനെ സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയമം, ഒരു ആർട്ടിക്കിൾ കൂടിയാണ്. എന്താണ് ആർട്ടിക്കിൾ 21 പറയുന്നത്? റൈറ്റ് ടു ലൈഫ്, അല്ലെ, റൈറ്റ് ടു ലിവ്, അതാണെന്ന് പറയുന്ന ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അപ്പം ഈ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് എ റൈറ്റ് ടു ലിവ് ഇൻ എ ക്ലീൻ ആൻഡ് ഹെൽത്തി എൻവയോൺമെന്റ്, ബയോഡൈവേഴ്സിറ്റി, ഫ്ലോറ ആൻഡ് ഫോണ. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആണ്, അല്ലെ. അപ്പൊ ആ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം എന്ന് പറയുന്നത് ഒരു ക്ലീൻ ആൻഡ് ഹെൽത്തി എൻവയോൺമെന്റിലായിരിക്കണം, വളരെ ക്ലീൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന പരിസരം അല്ലെങ്കിൽ നമ്മുടെ ജീവിത പശ്ചാത്തലം എന്ന് പറയുന്നത് ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്ത് നമുക്കൊരു റിച്ച് ബയോഡൈവേഴ്സിറ്റി നമുക്ക് ആസ്വദിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അങ്ങനെ ഒരു റൈറ്റ് ആണ് റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത്.
സോ ഈ റൈറ്റ് ടു ലൈഫ്, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് സാധൂകരിക്കപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി എന്തിനുണ്ട്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനുണ്ട് എന്ന് നമുക്ക് കാണാം. ഓക്കെ, അടുത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 48A എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 48A എന്ന് പറയുന്നത് DPSP യിലുള്ളതാണ്. The Article 48A of the Directive Principle of State Policy encourage the government to protect the environment, forest and wildlife, but they are not legally enforceable. അത് നമുക്കറിയാം അല്ലെ. അതായത് ആർട്ടിക്കിൾ 48A നമ്മുടെ DPSP യിൽ പറഞ്ഞിട്ടുള്ള, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 48A പറയുന്നത് എന്താണ്? നമ്മളുടെ രാജ്യത്തുള്ള നമ്മുടെ പരിസരത്തെ സംരക്ഷിക്കുക, നമ്മുടെ എൻവയോൺമെന്റിനെ സംരക്ഷിക്കുക, നമ്മുടെ വനങ്ങളെ സംരക്ഷിക്കുക, വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കുക, ബട്ട് ദേ ആർ നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ. പക്ഷെ അതിനൊരു ലീഗൽ വാലിഡിറ്റി ഇല്ല എന്ന് മാത്രമാണ്. ഓക്കെ, സോ ഈ ഒരു ആർട്ടിക്കിളും, ഈ ആർട്ടിക്കിൾ 48A എന്ന് പറയുന്ന ആർട്ടിക്കിളും എന്തിന് പ്രേരകമാവുന്നുണ്ട്? നമ്മളുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പരിപാലനത്തിൽ പ്രേരകമാവുന്നുണ്ട്. അടുത്ത ആർട്ടിക്കിൾ 51AG, അടുത്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 51AG. Okay, it puts a non-binding obligation of the citizens to protect the forests, okay, wildlife, rivers and animals of the country. ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റി അല്ല, മറിച്ച് ഓരോ സിറ്റിസന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്, ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മളുടെ വനങ്ങളെ സംരക്ഷിക്കുക, നമ്മളുടെ വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കുക, നദികളെയും അനിമൽസിനെ ഒക്കെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെ ഒബ്ലിഗേഷൻ ആണ് എന്നാണ് ആർട്ടിക്കിൾ 51AG പറയുന്നത്. ആ ഒബ്ലിഗേഷൻ നമ്മുടെ നടപ്പിലാക്കപ്പെടണം, ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം, ആ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടിയും നമുക്ക് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതും ആ ആർട്ടിക്കിൾ 51AGയും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഘടനയിൽ അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്നതിനകത്ത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുന്നത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 1976, 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി. ആ 42ാം ഭേദഗതിയും നമ്മളുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. Okay, these obligations have been fulfilled by both the central and state governments by adding the term forest under entry 17A and protection of wildlife and birds to entry 17B of the concurrent list. Okay, അങ്ങനെ എന്താ ചെയ്യുന്നത്? ഒരു അതായത് ഫോറസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ ഫോറസ്റ്റിനെ സംരക്ഷിക്കുക, വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കുക എന്നുള്ളത് സ്റ്റേറ്റിന്റെയും, അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയും ഒരേ ഉത്തരവാദിത്തമാണ്. ആ അങ്ങനെയുള്ളൊരു ബോധ്യത്തോടു കൂടി 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഫോറസ്റ്റ് എന്ന് പറയുന്ന ആശയം, അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ബേർഡ്സ് എന്ന ആശയവും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പിന്നിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 48A, ആർട്ടിക്കിൾ 51A, ആർട്ടിക്കിൾ 51AG, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് 1976. ഓക്കെ, ഇനി നമുക്ക് ആക്ടിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് ഫീച്ചേഴ്സ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ഫീച്ചർ ഇതാണ്. It prohibits hunting of wild animals as specified in the schedules of the act unless the hunting is carried out under a valid license. അതായത് ഷെഡ്യൂൾസിനകത്ത് പറയുന്ന നമ്മുടെ ഈ ആർട്ടിക്കിൾസ് പരിശോധിക്കുമ്പോൾ, അതായത് നമ്മുടെ ഈ ആക്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് കുറെ ഷെഡ്യൂൾസ് ഉണ്ട്. ആ ഷെഡ്യൂൾസിനകത്ത് കുറെ അനിമൽസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ അനിമൽസിനെ ഒരിക്കലും ഒരു വാലിഡ് ലൈസൻസ് ഇല്ലാതെ ഒരാൾക്ക് ഹണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ഹണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹണ്ടിങ്ങിനെ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. സോ ആർക്കെങ്കിലും ഹണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ജീവി വർഗത്തെ ഹണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ they have to get the license. അവർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, unless the hunting is carried out under a valid license, അത് പ്രൊഹിബിറ്റ് ചെയ്യും.
Okay, prohibits hunting of wild animals specified in the schedules in the act. Okay, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് the act empowers the government to declare areas as any one of the following protected areas. അതുപോലെ തന്നെ ഈ നിയമം അനുസരിച്ച് ഇപ്പം ഏതെങ്കിലും ഒരു പ്രദേശം വൾനറബിൾ ആണ് എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാൻ ഗവൺമെന്റിന് അധികാരം കൊടുക്കുന്ന നിയമമാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. ഓക്കെ, ഇനി ഏതൊക്കെ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഏരിയ ആയിട്ടാണ് പ്രഖ്യാപിക്കുന്നത് നോക്കാം. നാഷണൽ പാർക്കുകളായിട്ട് പ്രഖ്യാപിക്കാം, വൈൽഡ് ലൈഫ് സാങ്ച്വറികളായിട്ട്, കൺസർവേഷൻ റിസർവ്സ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി റിസർവ്, ടൈഗർ റിസർവ്, ഇങ്ങനെ പല തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഏരിയകളായിട്ട്, അതായത് 5 തരത്തിലുണ്ട്. 5 തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഏരിയ ആയിട്ട് ഒരു സ്ഥലത്തെ ഡിക്ലെയർ ചെയ്യാനുള്ള റൈറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്, ഓരോ സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. ആ സംസ്ഥാന സർക്കാരിന് ആ അവകാശം കൊടുക്കുന്നത് ഏത് ആക്ട് ആണെന്ന് ചോദിച്ചാൽ അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ലൈസൻസസ് ഫോർ സെല്ലിംഗ്, ട്രാൻസ്ഫറിംഗ് ആൻഡ് പ്രോസസിംഗ് സം വൈൽഡ് ലൈഫ് സ്പീഷീസ്. അതുപോലെ തന്നെ ചില വൈൽഡ് ലൈഫ് ജീവിവർഗങ്ങളെ വിൽക്കാനും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനും വീട്ടിൽ കൊണ്ടുവന്ന് വളർത്താനും ഒക്കെയുള്ള ഒരു ലൈസൻസ് ഈ നിയമപ്രകാരം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് പ്രൊവൈഡ്സ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സെൻട്രൽ സൂ അതോറിറ്റി. അതുപോലെ തന്നെ ഈ നിയമം മൂലം വന്ന ഒരു സ്ഥാപനമാണ്, നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ സൂ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് അറിയാം അല്ലെ എന്താണ് സെൻട്രൽ സൂ അതോറിറ്റി എന്ന് അല്ലെ. ഒരു സെൻട്രൽ സ്ഥാപനമാണ്, സൂ അതോറിറ്റി ആണ് അല്ലെ. സൂ നമ്മുടെ രാജ്യത്തെ കാഴ്ച ബംഗ്ലാവുകളൊക്കെ അത് ഓപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് റെഗുലേറ്റ്സ് ദ എസ്റ്റാബ്ലിഷ്മെന്റ്, മെയിൻ്റനൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സൂസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഈ മൃഗങ്ങളെ വളർത്തുന്ന മൃഗശാലകളുണ്ട്. ഈ മൃഗശാലകളെ അത് സ്ഥാപിക്കപ്പെടുന്ന മൃഗശാലകളെ സംരക്ഷിക്കുക, അതിനെ പ്രോപ്പറായിട്ട് നടത്തിക്കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ളതാണ് സെൻട്രൽ സൂ അതോറിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നതാണ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സെൻട്രൽ സൂ അതോറിറ്റി. അപ്പൊ ചോദിക്കുകയാണ് സെൻട്രൽ സൂ അതോറിറ്റി സ്ഥാപിക്കപ്പെടാൻ കാരണമായ ആക്ട് ഏതെന്ന് ചോദിക്കും. അപ്പൊ ഏതാണ് ആക്ട്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. പ്രൊവൈഡ്സ് ഫോർ അപ്പോയിന്റിംഗ് എ ഡയറക്ടർ ഓഫ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ ടു ഓവർസീ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ആക്ട്. അതുപോലെ തന്നെ ഈ നിയമപ്രകാരം ഒരു ഡയറക്ടർ ഓഫ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. വൈൽഡ് ലൈഫ് പ്രിസർവേഷന് വേണ്ടിയിട്ട് ഒരു ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്യുന്നതും ഈ നിയമപ്രകാരമാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ഫോർ അപ്പോയിന്റിംഗ് എ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആൻഡ് എ വൈൽഡ് ലൈഫ് വാർഡൻ. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ വൈൽഡ് ലൈഫിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും അതുപോലെ തന്നെ ഒരു വൈൽഡ് ലൈഫ് വാർഡനെയും നിയമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആരെയൊക്കെയാണ് അപ്പോയിന്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർ ഓഫ് വൈൽഡ് ലൈഫ് പ്രിസർവേഷൻ, വൈൽഡ് ലൈഫ് വാർഡൻ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, ഇങ്ങനെ അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ നടത്തപ്പെടുന്നുണ്ട്. അതെല്ലാം ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. പ്രൊവൈഡ്സ് ഫോർ ദ പണിഷ്മെന്റ് ഓഫ് ഒഫൻസസ് അണ്ടർ ദ ആക്ട്. ഓക്കെ, ദിസ് ഇൻക്ലൂഡ്സ് ഇംപ്രിസൺമെന്റ്, ഫൈൻസ് ആൻഡ് കോൺഫിസ്കേഷൻ ഓഫ് പ്രോപ്പർട്ടി. അതായത് ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു നിയമം ലംഘിച്ചു കഴിഞ്ഞാല്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാല് അതിന് വേണ്ട ശിക്ഷകൾ കൊടുക്കാനും ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംപ്രിസൺമെന്റ് വരുന്നുണ്ട് അല്ലെ, ഇംപ്രിസൺമെന്റ് തടവിലാക്കുക, ഫൈൻ വരുന്നുണ്ട് അല്ലെ, ഫൈൻ കൊടുക്കുക, കോൺഫിസ്കേഷൻ ഓഫ് പ്രോപ്പർട്ടി, അതായത് ആൾക്കാരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടുക, ഇങ്ങനെ പലതരത്തിലുള്ള ശിക്ഷാരീതികളെ കുറിച്ചും ഏത് നിയമം പറയുന്നുണ്ട്? ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്നുണ്ട്. It provides for the punishment of offences under this act. This include imprisonment, fine, confiscation of property. Okay, ഇതൊക്കെയാണ് ഈ ഒരു ആക്ടിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഷെഡ്യൂൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഷെഡ്യൂൾ 1 നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 1. ഓക്കെ, ഷെഡ്യൂൾ 1 കുറച്ച് ഷെഡ്യൂൾസ് ഉണ്ട്. ഷെഡ്യൂൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 and 4, 5, 6, മൊത്തം 6 ഷെഡ്യൂൾസ് ആണ് നിയമം വരുന്ന സമയത്ത്. പിന്നീട് അത് അമെൻഡ് ചെയ്യുന്നുണ്ട്. അമെൻഡ് ചെയ്തതിനു ശേഷം ഷെഡ്യൂൾസിന്റെ എണ്ണം കുറയുന്നിട്ട് ഈ 6 ഷെഡ്യൂൾ എന്നുള്ളത് 4 ഷെഡ്യൂളായിട്ട് മാറുന്നുണ്ട്. നമുക്കത് പറയാം.
ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഷെഡ്യൂൾസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ഷെഡ്യൂൾ നോക്കാം. ദിസ് ഷെഡ്യൂൾ കവേഴ്സ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഓക്കെ, ഈ ഒന്നാമത്തെ ഷെഡ്യൂളിലാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ 1972 ഒന്നാമത്തെ ഷെഡ്യൂളിനകത്താണ് വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെ കുറിച്ച് പറയുന്നത്. ദിസ് ഷെഡ്യൂൾ കവേഴ്സ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. അടുത്ത പോയിന്റ് നോക്കാം. These species need rigorous protection and therefore the harshest penalties for violation of the law are under this schedule. അതുപോലെ തന്നെ ഈ നിയമത്തിൽ പറയുന്നത് ഒന്നാമത്തെ ഷെഡ്യൂളിനകത്ത് പറയുന്നത്, ഇപ്പം ആക്ട് എടുക്കുക, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, അതിൽ ഷെഡ്യൂൾസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഷെഡ്യൂൾ പറയുന്നത് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടുള്ള ജീവിവർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്, എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ജീവിവർഗങ്ങൾക്ക് എന്ത് വേണം? അതുപോലുള്ള പ്രൊട്ടക്ഷൻസ് വേണം. ആ പ്രൊട്ടക്ഷൻസ് ആര് വയലേറ്റ് ചെയ്യുന്നു, ആ നിയമം ആര് വയലേറ്റ് ചെയ്യുന്നു, അവർക്ക് വളരെ കടുത്ത ശിക്ഷയായിരിക്കും കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. Species under this schedule are prohibited to be hunted throughout India except under threat to human life. Okay, ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള ജീവിവർഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഷെഡ്യൂൾ 1-നകത്ത് കൊടുത്തിരിക്കുന്ന എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടുള്ള ജീവികളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഹണ്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഓക്കെ, അതിനെ നമുക്ക് ഹണ്ട് ചെയ്യാം. അത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടുള്ള അനിമൽസ് ഹ്യൂമൻ ലൈഫിന് ത്രെട്ട് ഉണ്ടാകുന്ന സമയത്ത്, മനുഷ്യന്റെ ജീവന് ത്രെട്ട് ആകുന്ന സമയത്ത് നമുക്കതിനെ ഹണ്ട് ചെയ്യാൻ പറ്റും. അതാണ് ഷെഡ്യൂൾ 1 പറയുന്നത്. Absolute protection is accorded to species on this list. ഓക്കെ, ഇത്തരത്തിലുള്ള ജീവിവർഗങ്ങൾക്ക്, ഈ ഒന്നാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന ജീവിവർഗങ്ങൾക്ക് വളരെ വളരെ വലിയൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ആണ് ഈ നിയമപ്രകാരം കൊടുത്തിട്ടുള്ളത്. The trade of these animals is prohibited. ഈ ആനിമൽസിന്റെ ട്രേഡും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ടൈഗർ ഉണ്ട്, ബ്ലാക്ക് ബക്ക് ഉണ്ട്, ഹിമാലയൻ ബ്രൗൺ ബിയർ, ഓക്കെ, ബ്ലൂ വെയിൽ, കോമൺ ഡോൾഫിൻ, ചീറ്റ, ക്ലൗഡഡ് ലെപ്പേർഡ്, ഹോൺബിൽ സിന്റ്, ഇങ്ങനെ കുറെ ജീവിവർഗങ്ങളുണ്ട്. ഓക്കെ, ഇതെല്ലാം എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇത്തരം ജീവികൾക്ക് എന്ത് വേണം? വളരെ വലിയൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അത് നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഹണ്ട് ചെയ്യുന്ന എപ്പോഴാണ്? ആ ജീവിവർഗങ്ങൾ ഹ്യൂമൻ ലൈഫിന് ത്രെട്ട് ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ഷെഡ്യൂൾ 1 പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ഷെഡ്യൂൾ നോക്കാം. ഷെഡ്യൂൾ 2. ഓക്കെ, ഷെഡ്യൂൾ 2-നകത്ത് പറയുന്നത് അനിമൽസ് അണ്ടർ ദിസ് ലിസ്റ്റ് ആർ ഓൾസോ അക്കോർഡഡ് ഹൈ പ്രൊട്ടക്ഷൻ. ഷെഡ്യൂൾ 2-നകത്ത് പറയുന്ന അനിമൽസിനും എന്ത് വേണം? അത്യാവശ്യം വലിയൊരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. Their trade is prohibited. അതിന്റെ കൊടുക്കൽ വാങ്ങലുകൾ, അതിനെ വിൽക്കൽ, അതിനെ വിൽക്കുക എന്ന് പറയുന്ന സംഗതി പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. They cannot be hunted except under a threat to human life. ആ ഷെഡ്യൂൾ 2-നകത്ത് പറയുന്ന അനിമൽസിനെ നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഹണ്ട് ചെയ്യാം എപ്പോൾ? അത് ഹ്യൂമൻ ലൈഫിന് ത്രെട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഹണ്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് നോക്കി കഴിഞ്ഞാൽ കോഹിനൂർ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻസെക്ട്, ആസാമീസ് മക്കേക്ക്, ബംഗാൾ ലാർജ് ഇന്ത്യൻ സിവറ്റ്, ഇന്ത്യൻ ഫോക്സ്, ഇങ്ങനെ കുറെ ജീവിവർഗങ്ങൾ പറയുന്നുണ്ട്. അതാണ് ഷെഡ്യൂൾ 2-നകത്ത് പറയുന്നത്. ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഈ അനിമൽസിന്റെ പേര് എന്തായാലും നമുക്ക് ചോദിക്കില്ല. ചോദ്യം ഈ ഷെഡ്യൂൾ 2-നകത്ത് പറയുന്ന അനിമൽസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അനിമൽസിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ എന്താണ്? ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അടുത്തതാണ് ഷെഡ്യൂൾ 3 and 4. This list is for species that are not endangered. Okay, ഷെഡ്യൂൾ 3-നകത്തും 4-ലും പറയുന്ന ജീവിവർഗങ്ങൾ എന്ന് പറയുന്നത് they are not endangered. അവര് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളല്ല ഷെഡ്യൂൾ 3-നകത്തും 4-ലും പറയുന്നത്. This includes protected species, but the penalty for any violation is less compared to the first 2 schedules. ഇവിടെ ഷെഡ്യൂൾ 3-ലും 4-ലും പറയുന്ന ജീവിവർഗങ്ങള് അത്ര വലിയ എൻഡേഞ്ചേർഡ് അല്ല. അതൊന്നും വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെ കുറിച്ചല്ല ഷെഡ്യൂൾ 3-ഉം 4-ഉം പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഷെഡ്യൂൾ 3-ലും 4-ലും പറയുന്ന ജീവിവർഗങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ആ നിയമം നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ട്. ഷെഡ്യൂൾ 3-ലും 4-ലും പറയുന്ന നിയമം നമ്മൾ വയലേറ്റ് ചെയ്താൽ നമുക്ക് പണിഷ്മെന്റ് ഉണ്ട്. പക്ഷെ ആ പണിഷ്മെന്റ് എന്ന് പറയുന്നത് 1-ലെയും 2-ലെയും ഷെഡ്യൂൾ 1-ഉം 2-ഉം വയലേറ്റ് ചെയ്താൽ കിട്ടുന്ന പണിഷ്മെന്റിനേക്കാൾ കുറച്ച് കുറവായിരിക്കും എന്ന് മാത്രം മനസ്സിലാക്കുക. അതാണ് ഷെഡ്യൂൾ 3-ഉം 4-ഉം എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്താണ്? ഹൈനയുണ്ട്, ഹിമാലയൻ റാറ്റ് ഉണ്ട്, ഫ്ലൈയിങ് ഫോക്സ് ഉണ്ട്, മലബാർ ട്രീറ്റോഡ്, ഇങ്ങനെ കുറെ ജീവിവർഗങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് പറയുന്നത്. അപ്പൊ ഷെഡ്യൂൾ 1-ഉം 2-ഉം എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ കുറിച്ചാണ് പറയുന്നത്. ഷെഡ്യൂൾ 3-ഉം 4-ഉം എന്താണ്? എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ കുറിച്ച് അല്ല പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അതാണ് ഷെഡ്യൂൾ 1, 2, 3 and 4.
Okay, ഇനി ഷെഡ്യൂൾ 5ഉം 6ഉം. This schedule contains animals that can be hunted. Okay, ഷെഡ്യൂൾ 5-നകത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും കുറച്ച് ജീവികളെ കുറിച്ച് പറയുന്നുണ്ട്. The animals that can be hunted. നമുക്ക് വേട്ടയാടാൻ പറ്റുന്ന അനിമൽസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ 5-നകത്ത് പറയുന്നത്. അത് ഏതൊക്കെയാണ്? മൈസ്, റാറ്റ്, കോമൺ ക്രോ, ഫ്രൂട്ട് ബാറ്റ്സ്, അല്ലെ? അതായത് നമുക്ക് എലി, ഇതെല്ലാം നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന ജീവികളാണ്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ജീവികളെ നമുക്ക് വേട്ടയാടാം എന്നാണ് ഷെഡ്യൂൾ 5 പറയുന്നത്. ഇനി അടുത്ത ഷെഡ്യൂൾ 6 നമുക്ക് നോക്കാം. This list contains plants that are forbidden from cultivation. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ലിസ്റ്റിനകത്ത് പറയുന്ന പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത പ്ലാന്റുകളെ കുറിച്ചാണ് ഷെഡ്യൂൾ 6-നകത്ത് പറയുന്നത്. എക്സാമ്പിൾ പിക്ചർ പ്ലാന്റ്, ബ്ലൂ വാൻഡ, റെഡ് വാൻഡ, ഓക്കെ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പ്ലാന്റ് സ്പീഷീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കൾട്ടിവേറ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിനെക്കുറിച്ചാണ് ഷെഡ്യൂൾ 6-നകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഷെഡ്യൂൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഷെഡ്യൂൾസ് ഉണ്ട്. ആ 6 ഷെഡ്യൂൾസ് ഉണ്ട്. 6 ഷെഡ്യൂളിനെ കുറിച്ച് പറഞ്ഞു. 1-നും 2-നകത്തും എൻഡേഞ്ചർഡ് സ്പീഷീസിനെ കുറിച്ചാണ് പറയുന്നത്. 3-ഉം 4-ഉം അനിമൽസിനെ കുറിച്ചാണ് പറയുന്നത്. ബട്ട് ദേ ആർ നോട്ട് കവറിംഗ് അബൌട്ട് എൻഡേഞ്ചർഡ് സ്പീഷീസ്. ഷെഡ്യൂൾ 5 എന്ന് പറയുന്നത് ദ ലിസ്റ്റ് ഓഫ് അനിമൽസ് ദാറ്റ് കാൻ ബി ഹണ്ട് ചെയ്യാൻ പറ്റുന്ന അനിമൽസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ 5-നകത്ത് പറയുന്നത്. ഷെഡ്യൂൾ 6-നകത്തും this list contains plants that are forbidden from cultivation. നമുക്ക് വളർത്താൻ പറ്റാത്ത ജീവകളെ കുറിച്ചാണ് അല്ലെങ്കിൽ അനിമൽസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ 6-നകത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നമുക്കിനി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെന്റ് ആക്ട് എന്ന് പരിചയപ്പെടാം. 2002 ഈ ഒരു നിയമം, അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 നിയമം 2022 അമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ലാസ്റ്റ് വന്ന അമെൻമെന്റ് എന്ന് പറയുന്നത്. ആ അമെൻമെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ അമെൻമെന്റിന് വന്ന മാറ്റം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിനകത്ത് ആദ്യത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെഡ്യൂൾസ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 4. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് 6 ഷെഡ്യൂൾസ് ഉണ്ടെന്നായിരുന്നു. നമ്മൾ ഒറിജിനൽ ഈ ആക്ടിനകത്ത് 6 ഷെഡ്യൂൾസ് ആയിരുന്നു. 2022 അമെൻമെന്റ് വന്നപ്പോഴത്തേക്ക് ഈ ആക്ടില് ആ 6 എന്നുള്ള ഷെഡ്യൂൾ 4 ആയിട്ട് കുറച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് 4 ഷെഡ്യൂൾസ് ഉണ്ട്. 1, 2, 3. ഓക്കെ, നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 1 എന്താന്ന് നമുക്ക് നോക്കാം. ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് ഷെഡ്യൂൾ 1 containing animal species enjoying the highest level of protection. നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഹയസ്റ്റ് ലെവൽ. നേരത്തെ പറയുന്നത് 1-ാമത്തെ ഷെഡ്യൂളിനകത്ത് എൻഡേഞ്ചർഡ് സ്പീഷീസിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ ഷെഡ്യൂൾ 1-നകത്ത് ഇവിടെ അമെൻമെന്റ് വന്നപ്പോഴും നമ്മൾ പറയുന്നത് ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ, ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ട അനിമൽസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ 1-നകത്ത് പറയുന്നത്. അതുപോലെ ഷെഡ്യൂൾ 2 നമുക്ക് എന്താ നോക്കാം. ഷെഡ്യൂൾ 2-നകത്ത് പറയുന്നത് ഫോർ അനിമൽ സ്പീഷീസ് സബ്ജക്ട് ടു എ ലെസർ ഡിഗ്രി ഓഫ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അതായത് ഇവിടെയും ഷെഡ്യൂൾ 2-നകത്തും അനിമൽസിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് 1-ാമത്തെ ഷെഡ്യൂളിനകത്തിലെ അനിമൽസിന് കിട്ടുന്ന ലെവൽ ഓഫ് പ്രൊട്ടക്ഷനെ കാട്ടി കുറച്ച് കുറവായിരിക്കും 2-ാമത്തെ ഷെഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന അനിമൽസിന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ. ഇനി 3-ാമത്തെ ഷെഡ്യൂൾ നോക്കാം. 3-ാമത്തെ ഷെഡ്യൂൾ 3 ഫോർ പ്രൊട്ടക്റ്റഡ് പ്ലാന്റ് സ്പീഷീസ് ആൻഡ് 3-ാമത്തെ ഷെഡ്യൂൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട പ്ലാന്റ് സ്പീഷീസുകളെ കുറിച്ച്, ചെടി, മരങ്ങൾ, ഇവയെ കുറിച്ചാണ് 3-ാമത്തെ ഷെഡ്യൂളിനകത്ത് പറയുന്നത്. പിന്നെ 4-ാമത്തെ ഷെഡ്യൂളിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 4th ഷെഡ്യൂൾ ഫോർ ഷെഡ്യൂൾഡ് സ്പെസിമെൻസ് ആൻഡ് സൈറ്റ്സ്. ഓക്കെ, അതായത് സൈറ്റ്സ് എന്ന് പറയുന്നത് കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ endangered species. Okay, convention on international trade in endangered species. അതായത് ഇന്റർനാഷണൽ ട്രേഡ്, അതായത് എൻഡേഞ്ചർഡ് സ്പീഷീസിലുള്ള ജീവിവർഗങ്ങളുടെ ട്രേഡ് നടക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു കൺവെൻഷൻ ആണ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിമെൻസ് ആണ് എന്തെന്ന് പറയുന്നത് ഷെഡ്യൂൾ 4-നകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം 2022 അമെൻമെന്റിനകത്ത് വന്ന മാറ്റങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 6 ഷെഡ്യൂൾ എന്നുള്ളത് 4 ഷെഡ്യൂളായിട്ട് കുറഞ്ഞു. അതിപ്പം ഓരോ ഷെഡ്യൂൾ നമുക്ക് പരിചയപ്പെടാം. 1-ാമത്തെ ഷെഡ്യൂളിനകത്ത് പറയുന്നത് അനിമൽസ് വിച്ച് എൻജോയ്സ് ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ. 2-ാമത്തെ ഷെഡ്യൂളിനകത്ത് പറയുന്നത് there is also animals which are
having protection, but the protection is compared to the first schedule, it is lesser. Okay, and third schedule is dealing about the protected plant species, and the fourth schedule for the scheduled specimens and the sites. Sites എന്ന് പറയുന്ന Convention on International Trade in Endangered Species. Okay, അതുപോലെ തന്നെ the act permit the use of elephants for religious or any other purpose. പിന്നെ അതുപോലെ തന്നെ ഈ അമെൻമെന്റിനകത്ത് പറയുന്ന മറ്റൊരു കാര്യമാണ് എലിഫന്റ്സിനെ നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ the varieties have been also increased for general and specially protected animals violations. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആക്ട് വയലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പണിഷ്മെന്റിന്റെ ഒരു തോത് കൂടി ഉയർത്തിയിട്ടുണ്ട് ഈ അമെൻമെന്റോട് കൂടി. അപ്പം അമെൻമെന്റ് വന്നിരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 2022-ലാണ്. 2022-ലാണ് ലാസ്റ്റ് അമെൻമെന്റ് നടന്നത്. ഷെഡ്യൂൾസ് 6 എന്നുള്ളത് എന്തായിട്ട് മാറി, 4 മാറി എന്നുള്ളതാണ് മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി പഠിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നതോടുകൂടി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. നമുക്ക് അതിനെ കൂടെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ഓർഗനൈസേഷൻ ആണ് ദ സെൻട്രൽ സൂ അതോറിറ്റി. രണ്ടാമത്തത് ദ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. മൂന്നാമത്തത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ഇങ്ങനെ 3 സ്ഥാപനങ്ങളാണ് ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്. അപ്പൊ നമുക്ക് ഓരോന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ സൂ അതോറിറ്റി, നമ്മൾ മുമ്പേ കുറച്ച് ഈ ഫീച്ചേഴ്സ് പഠിച്ച സമയത്ത് ഈ സെൻട്രൽ സൂ അതോറിറ്റിയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനെ കുറിച്ച് വിശദമായിട്ട് നോക്കാം. ദ സെൻട്രൽ സൂ അതോറിറ്റി ഓർ CZA is the framework of the authorities of India responsible for taking care of the zoo. ഇന്ത്യയിൽ മൃഗശാലകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനമാണ് സെൻട്രൽ സൂ അതോറിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കമ്പാനിയൻ മെമ്പർ ഓഫ് WZA or World Association of Zoos and Aquarium. Okay, this was created to get Indian zoos to global standards. അതുപോലെ തന്നെ സെൻട്രൽ സൂ അതോറിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള മൃഗശാലകളെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുക എന്നുള്ളത് കൂടിയാണ്. The Central Zoo Authority in India was constituted beneath Phase 38A of the Wildlife Protection Act 1972. 1872-ലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ 38A ഫേസ് പ്രകാരമാണ് സെൻട്രൽ സൂ അതോറിറ്റി എന്ന് പറഞ്ഞ സ്ഥാപനം നിലവിൽ വന്നത്. This authority includes 10 members, a chairman and a member secretary. Okay, അതിനകത്തിലെ ഈ ഒരു അതോറിറ്റിയിൽ 10 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 പേരാണ് ചെയർമാനും മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത്. Okay, the foremost goal of the authority is to supplement the countrywide attempt in the conservation of untamed life. Okay, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു അൺടേംഡ് ആയിട്ട് പോകുന്ന ഒരു ജീവിവർഗങ്ങളെ കൂടുതൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ സെൻട്രൽ സൂ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ സൂ അതോറിറ്റി രൂപം കൊണ്ടിരിക്കുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഒരു പ്രൊവിഷൻസ് പ്രകാരമാണ്. ഇന്ത്യയിലെ എല്ലാ മൃഗശാലകളെയും ഒരുപോലെ മാനേജ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് സെൻട്രൽ സൂ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥാപനത്തെ പരിചയപ്പെടാം. അടുത്തതാണ് ദ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. Okay, it was constituted as a statutory organization under the provisions of the act. ഈ ഒരു ആക്ടിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ആക്ട് വന്നതിലൂടെ നിലവിൽ വന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത്. This is an advisory board that offers advice to the central government on issues of wildlife conservation in India. ഇന്ത്യയിൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവിടെ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ദ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് അഡ്വൈസറി ബോർഡാന്ന് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് ഓഫേഴ്സ് അഡ്വൈസ് ടു ദ സെൻട്രൽ ഗവൺമെന്റ്. അടുത്തത്, ഇറ്റ് ഓൾസോ ദ അപ്പെക്സ് ബോഡി ടു റിവ്യൂ ആൻഡ് അപ്രൂവ് ഓൾ മാറ്റേഴ്സ് റിലേറ്റഡ് ടു വൈൽഡ് ലൈഫ് പ്രോജക്ട്സ് ഓഫ് നാഷണൽ പാർക്ക്, സാങ്ച്വറീസ് എക്സെട്ര. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നാഷണൽ പാർക്ക് ആണെങ്കിലും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണെങ്കിലും എന്തെങ്കിലും പ്രൊട്ടക്റ്റഡ് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊജക്ട്, ഇപ്പൊ ഒരു നാഷണൽ പാർക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രൊജക്ട് നമ്മൾ ഗവൺമെന്റ് കൊണ്ടുവരുന്ന സമയത്ത് ആ പ്രൊജക്ടിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ച് റിവ്യൂ ചെയ്ത് അതിന് അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതും കൂടി ആരുടെ ഉത്തരവാദിത്തമാണ്? ദ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ ഉത്തരവാദിത്തമാണ്. നാഷണൽ ബോർഡാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. The chief function of the board is to promote the conservation and development of wildlife and forest. It is chaired by the Prime Minister. Important ആണ് കേട്ടോ.
അപ്പോൾ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു അഡ്വൈസറി ബോഡിയാണ്. വൈൽഡ് ലൈഫ് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങൾക്കും ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കുന്ന ആരാണ്? നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പ്രൊജക്ടുകൾ, ഇപ്പം വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണെങ്കിലും നാഷണൽ പാർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് വൈൽഡ് ലൈഫ് പ്രൊജക്ടുകൾ കൊണ്ടുവരുമ്പോൾ ആ പ്രൊജക്ടിനെ കുറിച്ച് പഠിച്ച് റിവ്യൂ ചെയ്ത് അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥാപനത്തെ പരിചയപ്പെടാം. അടുത്ത സ്ഥാപനമാണ് ദ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. ദ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി. Okay, it is a statutory body of the Ministry of Environment, Forest and Climate Change with an overall supervisory and coordination part performing the capacities as given in the Act. അത് നമ്മുടെ ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ശരിക്കും പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിലാണ്. ഓക്കെ, ഏതാണ് അതിന്റെ വകുപ്പ് എന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പൊ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ അണ്ടറിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി പ്രവർത്തിക്കുന്നത്. Its mandate is to strengthen tiger conservation in India. ഇന്ത്യയിലെ കടുവകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക. ഇന്ത്യയിലെ കടുവകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളത് കൂടി ഈ ഒരു ആക്ടിന്റെ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യമാണ്. ടൈഗറിന്റെ എണ്ണം സംരക്ഷിക്കപ്പെടുക എന്നുള്ളത്. ഇറ്റ് ഗീവ്സ് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി to protect tiger which was launched in 1973 and has put the endangered tiger on a guaranteed path of revival. ഓക്കെ, അതായത് 1970-കളിലൊക്കെ ഈ ടൈഗറിന്റെ എണ്ണം വളരെ കുറവായിരുന്നു. നമ്മുടെ രാജ്യത്ത് എൻഡേഞ്ചർഡ് സ്പീഷീസിൽ പെട്ട ഒരു ജീവിയായിരുന്നു എന്തെന്ന് പറഞ്ഞ ടൈഗർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ടൈഗറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നതും ആരാണ്? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. അതുവരെ നമ്മുടെ നാഷണൽ അനിമൽ എന്ന് പറയുന്നത് ലയൺ ആയിരുന്നു. ഈ പ്രൊജക്ട് ടൈഗർ വന്നതിന് ശേഷമാണ് അതിനകത്തൊരു ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ പ്രൊജക്ട് ടൈഗർ കൊണ്ടുവന്നത് 1973-ലാണ്. അത് കൊണ്ടുവന്ന അതോറിറ്റി ഏതെന്ന് ചോദിച്ചാൽ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. ഓക്കെ, അങ്ങനെ ഈ പദ്ധതിയിലൂടെയാണ് ഇന്ന് കടുവകളുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് എൻഡേഞ്ചേർഡ് അല്ല. ഇന്ന് കടുവ എന്ന് പറയുന്ന ജീവി ഇതിപ്പം അതിന്റെ എണ്ണം സർപ്ലസ് ആണ്. കണക്ക് നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ കടുവകളുടെ എണ്ണം സർപ്ലസ് ആണ്. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ ആക്ടിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ മേജർ ഷെഡ്യൂൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, പിന്നെ ആ ഷെഡ്യൂൾസിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ റീസെന്റ് അമെന്റ്മെന്റ് 2022-ലാണ്. അതിനകത്ത് വന്ന ചേഞ്ചസ് നമ്മൾ പറഞ്ഞു. പിന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കാണുക, കണ്ടിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, പിന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.